നമസ്കാരം. ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടെയുണ്ടായിരുന്ന ജലാംശം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ചും പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ട നാസയുടെ മേവൻ എന്ന പേടകം വലിയൊരു സാങ്കേതിക പ്രതിസന്ധി നേരിടുകയാണ്. ഡിസംബർ 4 തീയതി മുതൽ പേടകവുമായുള്ള ആശയവിനിമയം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണെന്ന വിവരം ഡിസംബർ 15 പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ നാസ സ്ഥിരീകരിച്ചിരുന്നു. പേടകത്തെ തിരികെ ബന്ധപ്പെടുവാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെയും ഫലമുണ്ടായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഡിസംബർ 6 പേടകത്തിൽ നിന്ന് ലഭിച്ച ചെറിയൊരു സിഗ്നൽ പരിശോധിച്ചപ്പോൾ സാഹചര്യം കൂടുതൽ സങ്കീർണമാണെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തി. ചൊവ്വയുടെ മറുവശത്തു നിന്നും പേടകം പുറത്തു വന്നപ്പോൾ അത് അപ്രതീക്ഷിതമായ രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ലഭ്യമായ ഡാറ്റ സൂചിപ്പിക്കുന്നത്. കൂടാതെ പേടകത്തിന്റെ ഭ്രമണപഥത്തിൽ മാറ്റം സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയും ശാസ്ത്രജ്ഞർ തള്ളിക്കളയുന്നില്ല. 2013 നവംബറിലാണ് മേവൻ പേടകം വിക്ഷേപിക്കപ്പെടുന്നത്. 10 മാസത്തെ യാത്രയ്ക്ക് ശേഷം ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ പേടകം സൂര്യനിൽ നിന്നുള്ള സൗരവാതങ്ങൾ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് പ്രധാനമായും പഠിച്ചിരുന്നത്. ഒരു വർഷത്തെ കാലാവധി മാത്രം ലക്ഷ്യമിട്ട് തുടങ്ങിയ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും പേടകം വീണ്ടും വർഷങ്ങളോളം പ്രവർത്തനം തുടർന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ ദ്രവരൂപത്തിൽ ജലം ഒഴുകിയിരുന്നതായും പിന്നീട് അവിടുത്തെ കട്ടിയുള്ള അന്തരീക്ഷം എങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ മേവൻ നൽകിയ വിവരങ്ങൾ ശാസ്ത്രലോകത്തെ ഒരുപാട് സഹായിച്ചു. ഇതിനു പുറമെ ചൊവ്വയിലെ പൊടിക്കാറ്റുകൾ, കാറ്റിന്റെ വേഗത, ധ്രുവദീപ്തി എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളും മേവൻ ഭൂമിയിലേക്ക് അയച്ചിരുന്നു. മേവൻ ദൗത്യത്തിന്റെ മറ്റൊരു പ്രധാന ചുമതല ചൊവ്വയുടെ ഉപരിതലത്തിൽ പര്യവേക്ഷണം നടത്തുന്ന നാസയുടെ ക്യൂരിയോസിറ്റി, പെർസീവറൻസ് എന്നീ റോവറുകളും ഭൂമിയിലെ കൺട്രോൾ റൂമും തമ്മിലുള്ള ആശയവിനിമയ കണ്ണിയെ പ്രവർത്തിക്കുക എന്നതായിരുന്നു. റോവറുകൾ ശേഖരിക്കുന്ന വിവരങ്ങൾ ഭ്രമണപഥത്തിലുള്ള മേവൻ സ്വീകരിക്കുകയും അത് ഭൂമിയിലേക്ക് അയക്കുകയുമാണ് ചെയ്തിരുന്നത്. മേവൻ നിശബ്ദമായതോടെ ഈ ആശയവിനിമയ സംവിധാനത്തിന് താൽക്കാലികമായി തടസ്സം നേരിടുകയാണ്. എങ്കിലും നാസയുടെ തന്നെ മാർസ് റെക്കഗ്നൈസൻസ് ഓർബിറ്റർ, മാർസ് ഒഡീസി, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മാർസ് എക്സ്പ്രസ്, എക്സ്ട്രോമസ് ട്രേസ് ഗ്യാസ് ഓർബിറ്റർ എന്നീ പേടകങ്ങൾ ഇപ്പോഴും പ്രവർത്തന സജ്ജമായതിനാൽ റോവറുകളുടെ പ്രവർത്തനം തടസ്സപ്പെടില്ലെന്ന് നാസ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് അടുത്ത 2 ആഴ്ചത്തെ റോവർ പ്രവർത്തനങ്ങൾക്കായി മറ്റ് ഓർബിറ്ററുകളുടെ സേവനം നാസ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനനുസരിച്ച് പെർസീവറൻസ്, ക്യൂരിയോസിറ്റി ടീമുകൾ തങ്ങളുടെ ദൈനംദിന കർമ്മ പദ്ധതികളിൽ മാറ്റം വരുത്തി. 2022 ചൊവ്വയിൽ സൗരവാതങ്ങളുടെ പ്രവാഹം 2 ദിവസത്തേക്ക് നിലച്ചപ്പോൾ അവിടുത്തെ അന്തരീക്ഷം 4 ഇരട്ടിയോളം വികസിച്ചത് നിരീക്ഷിച്ചത് ഉൾപ്പെടെ വിസ്മയകരമായ കണ്ടെത്തലുകൾ മേവന്റെ അക്കൗണ്ടിലുണ്ട്. ഈ പേടകത്തെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കുവാൻ സാധിക്കുമോ, അതോ ഇതൊരു ദൗത്യത്തിന്റെ അവസാനമാണോ എന്നറിയുവാൻ വരും ദിവസങ്ങളിലെ ശാസ്ത്രീയ പരിശോധനകൾ നിർണായകമാകും. വെബ് ഡെസ്ക് തത്വമയി TV.